നാം ഇപ്പോൾ ബാംഗ്ലൂർ മഹാനഗരത്തിലെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിലാണ്. മരക്കൂട്ടങ്ങൾക്കിടയിലിരുന്ന് നമുക്കിവിടെ സദ്യ കഴിക്കാം, ഒരു ചെറിയ വനത്തിനുള്ളിൽ എന്ന പോലെ. ബാംഗ്ലൂരിലെ സെക്രട്ടേറിയറ്റിന് 1 കിലോമീറ്റർ അടുത്താണ് സസ്യനിബിഡമായ ഈ ഭോജനശാല. ഇന്ത്യൻ എക്സ്പ്രസ് ബസ് സ്റ്റോപ്പാണ് ഏറ്റവും അടുത്തുള്ള പ്രധാന ജംഗ്ഷൻ. ദ ഹിന്ദു ദിനപത്ര ഓഫീസിൻ്റെ എതിർവശത്തായിട്ടാണ് ഏദൻ പാർക്ക് എന്നു പേരുള്ള ഈ റെസ്റ്റോറൻറ്റ്. സാധാരണ ഹോട്ടലുകളുടെ ഒരു കാഴ്ചയല്ല നമുക്കിവിടെ ലഭിക്കുക. സൂര്യപ്രകാശം കടന്നു വരുവാൻ ഇവിടുത്തെ ഇലച്ചാർത്തുകൾ അനുവദിക്കുന്നില്ല. അതിനിടയിൽ ചെറിയ മുറികൾ, ചെറിയ ഹാളുകൾ എന്നിവ ഡൈനിങ്ങിനായി ക്രമീകരിച്ചിട്ടുണ്ട്. ചെറിയ ഇടവഴിയുടെ ഇരുവശങ്ങളിലുമായി ഫുഡ് കോർട്ടുകൾ. അവിടെ നമുക്ക് കൂട്ടുകാരൊത്തോ കുടുംബമായോ വന്ന് ശീതള ഛായയിൽ ആഹാരം കഴിക്കാം. വളരെ ശാന്തമായ അന്തരീക്ഷം. ഈ റെസ്റ്റോറൻറ്റിന് മുന്നിലെ റോഡിലൂടെ ബസ് സർവീസ് ഇല്ലാത്തതിനാൽ ഇവിടെ യാതൊരു ബഹളവുമില്ല. ഇത് റെസ്റ്റോറൻറ്റിൻ്റെ പ്രവേശന ഭാഗത്തുള്ള കാർ പാർക്കിംഗ് മേഖലയാണ്. മറ്റൊരു ഭാഗത്തും കുറേ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. മരത്തണലിൽ ക്രമീകരിച്ചിരിക്കുന്ന ഈ ഹോട്ടലിൻ്റെ പ്രത്യേകതകളിൽ ഒന്ന് ശാന്തതയാണ്, ഒപ്പം പ്രൈവസിയും. ഈ കോമ്പൗണ്ടിലെ വലിയ മരങ്ങൾ കാണുക. ഇത്തരം മരത്തണലുകളിലാണ് ഡൈനിങ്ങിന് വേണ്ടിയുള്ള കുടിലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. കൂട്ടമായി എത്തുന്നവർക്ക് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുവാൻ ഹോളുകളുമുണ്ട്. ഓപ്പൺ ഏരിയയിലും ഇത്തരം സംവിധാനം ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള സസ്യങ്ങൾക്കും പുൽത്തകിടികൾക്കും ജലം സ്പ്രേ ചെയ്തു കൊടുക്കുന്ന കാഴ്ചയാണിത്. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഫുഡ് ഐറ്റംസ് ഇവിടെ ലഭിക്കും. മെനു കാർഡിൽ ധാരാളം വിഭവങ്ങൾ കാണാം. സാധാരണ ഹോട്ടലുകളിലെ നിരക്കാണ് എന്ന് കരുതരുത്. ഈ ആംബിയൻസിന് അനുയോജ്യമായ സാമാന്യം ഉയർന്ന നിരക്കുണ്ട്.
നല്ല വൃത്തിയുള്ള ശാന്തസുന്ദരമായ അന്തരീക്ഷമാണ്. വിശാലമായ സ്ഥലത്ത് പലയിടങ്ങളിലായി ഡൈനിങ് ക്രമീകരണം ഉണ്ടെങ്കിലും പരിചാരകർക്ക് ഒരു കുറവുമില്ല. എവിടെ ഇരുന്നാലും ജീവനക്കാരുടെ സേവനം ഉടൻ ലഭിക്കും. എപ്പോഴും ഇവിടെ കസ്റ്റമേഴ്സ് ഉണ്ട്. എന്നാൽ പല സ്ഥലങ്ങളിലായി ഇരിക്കുന്നതിനാൽ തിരക്ക് നമുക്ക് തോന്നുകയുമില്ല. അതൊരു വലിയ പ്രത്യേകതയാണ്. നൂറ് കിലോമീറ്ററോളം നീളമുള്ള ബാംഗ്ലൂർ മഹാനഗരത്തിൻ്റെ ഏകദേശം മധ്യത്തിലായി വരും ഈ ഹോട്ടലിൻ്റെ ലൊക്കേഷൻ. അതായത് രാജ്ഭവൻ, ജനറൽ പോസ്റ്റ് ഓഫീസ്, വിധാൻ സൗദ, ഇൻകം ടാക്സ് ഓഫീസ്, ആകാശവാണി, ട്രാഫിക് പോലീസ് ആസ്ഥാനം, കബൻ പാർക്ക് മെട്രോ സ്റ്റേഷൻ എന്നിവയുടെ എല്ലാം 1 കിലോമീറ്റർ സമീപമാണ് പ്രശസ്തമായ ഈ സ്ഥാപനം. നമുക്ക് ഇവിടുത്തെ ഒരു ഇരുനില കെട്ടിടത്തിലേക്ക് കയറി അവിടെ നിന്ന് ചുറ്റും നോക്കാം. നാം ഇപ്പോൾ നിൽക്കുന്നത് 1-ാം നിലയിലുള്ള ഒരു ഹാളിൻ്റെ മുൻപിലാണ്. അവിടെ നിന്നുള്ള കാഴ്ചകളാണ് കാണുന്നത്. ഈ ഗാർഡൻ ഏരിയയിലേക്ക് കടന്നു വരാതെ തന്നെ ആഹാരം കഴിച്ചിട്ട് പോകാൻ ആ കാണുന്ന പാർക്കിംഗ് ഏരിയയുടെ സമീപത്തായി ഒരു ഹാൾ ഉണ്ട്. കേരളത്തിലായിരുന്നെങ്കിൽ ഇത്തരം കൂറ്റൻ മരങ്ങൾ കണ്ടാൽ അതിനെ ഭയന്ന് അത് മുറിച്ചു മാറ്റിയിട്ടാകും കെട്ടിടം പണിയുക. മരത്തിനെ പൊതുവെ ശത്രുവായി കാണുന്ന പ്രവണതയാണ് കേരളത്തിൽ. ഒരു ശല്യവുമില്ലാതെ നിൽക്കുന്ന മരമായാലും അതിനെ മുറിച്ചു മാറ്റുന്നതിൽ കേരളീയർ ആനന്ദം കണ്ടെത്തുന്നു. എന്നാൽ ഇവിടെയാകട്ടെ മരശിഖരം ഒടിഞ്ഞു താഴെ വീഴും, ഒരുപക്ഷെ ഈ വൻമരം പിഴുതു വീണാൽ നിരവധി പേർ മരിക്കും, വലിയ അപകടങ്ങൾ ഉണ്ടാകും എന്ന ആശങ്കയില്ലാതെ
ഇവിടെ എത്തുന്ന കസ്റ്റമേഴ്സും ഈ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥനും കഴിഞ്ഞ 30ഓളം വർഷമായി ഈ അങ്കണത്തിലെ മരങ്ങളെ കരുതുന്നു. വ്യത്യസ്തമായ ഒരു അനുഭവത്തോടെ നമുക്കിവിടെ ഭക്ഷണം കഴിക്കാം.